എറണാകുളം പറവൂരിൽ കുറുവ സംഘം എത്തിയെന്ന് സംശയിക്കുന്ന വീടുകളിൽ ഇന്നും പ്രത്യേക സംഘം പരിശോധന നടത്തും. ഇതുവരെ 7 വീടുകളിൽ മോഷ്ടാക്കളെത്തിയെന്നാണ് കണ്ടെത്തൽ. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. കൂടുതൽ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ഇതുവരെ പറവൂർ മേഖലയിൽ മാത്രമാണ് മോഷ്ടാക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അതേസമയം കുറുവ സംഘമാണ് മോഷണശ്രമം നടത്തിയെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടില്ല. കുമാരമംഗലം, കരിമ്പാടം, തൂയിത്തറ മേഖലകളിലാണ് കുറുവ സംഘത്തിന് സമാനമായ സംഘമെത്തിയത്. വീടുകളുടെ പിൻവാതിൽ തകർത്ത് മോഷണശ്രമം നടന്നു. ഇതിനു പിന്നാലെ പോലീസ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന മോഷണ പരമ്പരയ്ക്ക് പിന്നിൽ കുറുവ സംഘമാണെന്ന വാർത്തകളുണ്ടായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 10ലധികം മോഷണമാണ് മണ്ണഞ്ചേരി, പുന്നപ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നത്. ഈ മോഷണങ്ങളിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പറവൂരിലും കുറുവ സംഘം എത്തിയതായി സംശയിക്കുന്നത്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 6-ാം വാർഡിൽ വ്യാഴാഴ്ചയും മോഷണത്തിനായി കുറുവ സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. മോഷ്ടാവിനെ കണ്ട പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3-ാം വാർഡ് പ്ലാംപറമ്പിൽ വിപിൻ ബോസിന് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുമുണ്ട്. കുറുവ സംഘം തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ഏതാണ്ട് നാട്ടുകാർ പറയുന്നത്. കളർക്കോട് ചിന്മയ സ്കൂളിന് സമീപം വ്യാഴാഴ്ച രാത്രി ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നതിനായി വീടിന് പുറത്തേക്കിറങ്ങിയ വിപിൻ തെരുവ് വിളക്കിൻ്റെ വെട്ടത്തിൽ എന്തോ ആളനക്കം കണ്ടു. അടുത്തേക്ക് ചെന്നപ്പോഴാണ് ബർമുഡ ധരിച്ച് മുഖം തോർത്തുകൊണ്ട് മൂടിയ നിലയിൽ ഒരാൾ ഓടാൻ ശ്രമിക്കുന്നത് കണ്ടത്. 6-ാം വാർഡിൽ ബുധനാഴ്ചയും കുറുവ സംഘം മോഷണം നടത്തിയിരുന്നു. പണം ഞങ്ങൾ തരും. ആ ഓർമ്മയിൽ വിപിൻ മോഷ്ടാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തി. കളരിപ്പയറ്റ് പരിശീലകനാണ് ഇദ്ദേഹം. എന്നാൽ ശരീരം മുഴുവൻ എണ്ണയിട്ട് വന്നിരുന്നതിനാൽ മോഷ്ടാവിനെ പിടുത്തം കിട്ടിയില്ല. കയ്യിലെ ഇടിവള ഉപയോഗിച്ച് മൂക്കിനടിച്ചു. ഇതേസമയം മോഷ്ടാവിൻ്റെ മുഖത്തെ തോർത്ത് അഴിക്കുകയും വിപിൻ ആളെ വ്യക്തമായി കാണുകയും ചെയ്തു. മൂക്കിൽ നിന്നും ചോര വന്നതോടെ മോഷ്ടാവ് തമിഴിൽ എന്തൊക്കെയോ പറയുകയും പോക്കറ്റിൽ നിന്നും കല്ല് പോലെ ഒരു ആയുധമെടുത്ത് മുഖത്തടിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ വിപിൻ്റെ ചുണ്ടിനും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. മോഷ്ടാവ് അതിവേഗം മതിൽ ചാടി രക്ഷപ്പെട്ടു. വിപിൻ വിളിച്ചറിയിച്ചതിനനുസരിച്ച് പുന്നപ്ര പോലീസും സംഘവും സ്ഥലത്തെത്തിയിരുന്നു. രാത്രി തന്നെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. മതിലിനപ്പുറം 1 ഏക്കർ പറമ്പിലൂടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇത്രേ. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം നായയും മണം പിടിച്ച് സഞ്ചരിച്ചു. പോലീസ് വാഹനത്തിൽ വിപിനെ ജില്ലാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. പോലീസ് ശേഖരിച്ചു വെച്ച കുറുവ സംഘത്തിൻ്റെ ചിത്രങ്ങളും വിപിനെ കാണിച്ചു. ഇതിൽ ഒരു ചിത്രം മോഷ്ടാവുമായി സാമ്യമുള്ളതാണെന്നും വിപിൻ തിരിച്ചറിഞ്ഞു. രേഖാചിത്രം വരക്കാൻ വിവരം നൽകും. ഇതിനിടെ മോഷ്ടാവെന്ന് സംശയിച്ച് തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ നിരപരാധിയാണെന്നും ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു. കുറുവ സംഘത്തെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച 7-അംഗ സ്ക്വാഡിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്.